എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ മുതൽ ജൂൺ 19-ാം തീയതി വരെ നടക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ടെമ്പററി അഡ്മിഷൻ അതുപോലെ പെർമനൻറ്റ് അഡ്മിഷൻ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം എങ്ങനെയാണ് ഈ ഒരു അഡ്മിഷൻ എടുക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു തരാം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 5 ഓപ്ഷനാണ് കൊടുത്തതെന്ന് വിചാരിക്കാം. എനിക്കിപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ ഞാൻ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. ഇപ്പോൾ രണ്ടാമത്തെയോ അല്ലെങ്കിൽ മൂന്നാമത്തെയോ നാലാമത്തെയോ അഞ്ചാമത്തെയോ ഏത് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാലും ഒന്നാമത്തെ ഓപ്ഷൻ അല്ലാതെ ഏത് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടത് ടെമ്പററി അഡ്മിഷൻ എടുക്കേണ്ടത് എന്നുള്ള കാര്യം പറയാം. ആദ്യം നമുക്ക് പെർമനൻറ്റ് അഡ്മിഷൻ്റെ കാര്യം പറയാം. അപ്പോൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാൻ സിമ്പിളാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് കിട്ടിയത് എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുക. ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് അടുത്തതായിട്ട് അലോട്ട്മെൻറ്റ് മെമ്മോയാണ് വേണ്ടത്. അത് അലോട്ട്മെൻറ്റ് കിട്ടിയതിൻ്റെ തെളിവാണ് അലോട്ട്മെൻറ്റ് മെമ്മോ. ഫീ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം പിന്നീട് നിങ്ങൾ ടെമ്പററി ആണോ പെർമനൻറ്റ് അഡ്മിഷൻ ആണോ എടുക്കുന്ന ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ എന്നുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് യുവർ അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അഡ്മിഷന് വേണ്ട ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയും അതുപോലെ കോളേജിൽ കോൺടാക്ട് ചെയ്ത് എത്ര രൂപയാണ് അഡ്മിഷൻ ടൈമിൽ ഫീസ് ഇനത്തിൽ അടയ്ക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ചോദിക്കുക. അതിനുശേഷം ആ ഒരു ഡോക്യുമെൻറ്റ്സും അതുപോലെ ഫീസും എടുത്തുകൊണ്ട് കോളേജിൽ പോവുക, ഫീസ് അടക്കുക, അഡ്മിഷൻ നേടുക. അപ്പോൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്നതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ അവിടെ സീറ്റ് അവിടെ കൺഫേം ആവും. അതിനുശേഷം നിങ്ങൾ ഹയർ ഓപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ചില വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഒരു 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, അവിടെ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണമെന്നായിരിക്കും ആഗ്രഹം. അപ്പോൾ ഈ ഒരു 5ാമത്തെ ഓപ്ഷൻ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആ ഒരു കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഹയർ ഓപ്ഷൻസ് വേണ്ടെങ്കിൽ, അതായത് 1 മുതൽ 4 വരെയുള്ള ഇതിന് മുകളിലുള്ള ബാക്കി ഓപ്ഷൻസ് വേണ്ട എന്നാണെങ്കിൽ അതിനെ കോളേജിൽ പറഞ്ഞിട്ട് റിമൂവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ റിമൂവ് ചെയ്ത ശേഷം നിങ്ങൾ കോളേജിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കോളേജ് നൽകുന്ന ഒരു കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങൾക്ക് കിട്ടും. അത് കൃത്യമായിട്ട് നിങ്ങൾ കോളേജിൽ നിന്ന് ചോദിച്ച് വാങ്ങിക്കേണ്ടതും അതിനുശേഷം ആ ഒരു പ്രിൻ്റ് ഔട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വെക്കേണ്ടതുമാണ്. ഇനി അടുത്തതായിട്ടുള്ളത് നമുക്ക് ടെമ്പററി അഡ്മിഷൻ്റെ കാര്യം പറയാം. ടെമ്പററി അഡ്മിഷൻ എങ്ങനെയാണ് നേടേണ്ടത് എന്നുള്ള കാര്യം പറയാം. ടെമ്പററി അഡ്മിഷൻ നേടുക എന്ന് പറയുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് എങ്ങനെ നേടാം എന്നുള്ള കാര്യം പറയാം. ആദ്യം തന്നെ ലോഗിൻ ഹിയറിൽ ക്ലിക്ക് ചെയ്യുക, ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 2ാമത്തെ ഓപ്ഷനോ 3, 4, 5 ഓപ്ഷനുകളായിരിക്കും ഈ ഒരു ടെമ്പററി അഡ്മിഷനായിട്ട് നിങ്ങൾക്ക് നേടാൻ പറ്റുന്നത്. 1ാമത്തെ ഓപ്ഷനാണെങ്കിൽ ഇവിടെ ടെമ്പററി അഡ്മിഷൻ ഇല്ല, അവിടെ പെർമനൻറ്റ് അഡ്മിഷനാണ്. അപ്പോൾ 2ാമത്തെ, 3ാമത്തെ, 4ാമത്തെ, 5ാമത്തെ ഇതിന് താഴെ ഏത് ഓപ്ഷൻ ആയതാലും അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ പറ്റും. ആവശ്യമുള്ളവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ടെമ്പററി അഡ്മിഷനായിട്ട് നിങ്ങൾ ആദ്യം ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ ചോദിക്കും, അതായത് നിങ്ങൾ ടെമ്പററി അഡ്മിഷനാണോ എടുക്കുന്നത് അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനാണോ എടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അവിടെ നിങ്ങൾ ടെമ്പററി എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് യുവർ അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് 2 തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ടെമ്പററി അഡ്മിഷൻ എടുക്കാം. ഒന്നാമത്തെ നിങ്ങൾക്ക് കോളേജിൽ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുക്കാം. അത് കോളേജിൽ പോവുക, അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ കൊടുക്കുക. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് കോളേജിൽ നിന്ന് വെരിഫൈ ചെയ്യും. അപ്പോൾ വെരിഫൈ ചെയ്ത് അത് നിങ്ങൾക്ക് തിരിച്ചു തരുന്നതാണ്. അപ്പോൾ കോളേജിൽ നിങ്ങൾക്ക് പോയിട്ട് നിങ്ങൾക്കത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് പരിശോധിച്ച് അത് നിങ്ങൾക്ക് തിരിച്ചു തരും. നിങ്ങൾ ഫീസും കാര്യങ്ങളും ടെമ്പററി അഡ്മിഷൻ അടയ്ക്കേണ്ടതില്ല. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്നും ഈ ഒരു കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് കിട്ടിയ ശേഷം അത് നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ ആണെന്നുള്ള കാര്യം സെലക്ട് ചെയ്തു. അതിനുശേഷം നിങ്ങൾ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തു. ഫീ പേയ്മെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം ജനറൽ കാൻഡിഡേറ്റ്സിന് അതായത് 1500 സംതിങ് ആണ് ഫീസ് വരുന്നത്. അത് 1575 രൂപയാണ് ഫീസ് വരിക. SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ 50 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു രീതിയിൽ ഫീസ് അടച്ച ശേഷമാണ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടത്തുള്ളൂ. അല്ലാതെ അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടില്ല. ഇത് യൂണിവേഴ്സിറ്റിക്ക് അടക്കുന്ന ഫീസാണ്, കോളേജിനല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ട ടെമ്പററി അഡ്മിഷനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഈ ഒരു രീതിയിൽ ആ ഒരു ഫീസ് അടക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷനാണ് എടുക്കുന്നത് എന്നുള്ള കാര്യം അതിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം കോളേജിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് കോളേജിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു കോളേജിൽ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് ആ ഒരു സമയത്ത് കോളേജിൽ നിന്ന് പറയും, നിങ്ങൾ കോളേജിൻ്റെ ഇമെയിൽ ID നിങ്ങൾക്ക് തരും. അപ്പോൾ കോളേജിൻ്റെ ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ അയച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കോളേജിൽ കോൺടാക്ട് ചെയ്തിട്ട് പറയേണ്ടതാണ്,
അപ്പോൾ നിങ്ങൾ കോളേജിൽ കോൺടാക്റ്റ് ചെയ്യുക. കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ടെമ്പററിയാണ് അഡ്മിഷൻ എടുക്കുന്നത്. അവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് പറയുക. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി, എന്നാൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷനാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അഡ്മിഷൻ അവിടെ ജസ്റ്റ് ഒന്ന് കൺഫർമേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കോളേജിൽ നിന്ന് ആ ഒരു നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി തരും. അപ്പോൾ ആ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾ അയച്ചു കൊടുക്കുക. അപ്പോൾ അയച്ചു കൊടുക്കുന്ന സമയത്ത് കോളേജിൽ നിന്നും നിങ്ങളുടെ അഡ്മിഷൻ അപ്രൂവ് ചെയ്യും. അതായത് ടെമ്പററി അഡ്മിഷൻ നേടി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അപ്രൂവ് ചെയ്യും. അപ്പോൾ അപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് നിങ്ങൾക്കൊരു കൺഫർമേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു കൺഫർമേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റോ മറ്റോ കൊടുക്കണമെങ്കിൽ ഈ ഒരു കൺഫർമേഷൻ സ്ലിപ്പ് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ കോളേജ് നിങ്ങളുടെ അഡ്മിഷൻ ടെമ്പററി ആയിട്ട് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ, അത് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതായത് അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കൺഫർമേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അവിടെ കൺഫർമേഷൻ സ്ലിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു കൺഫർമേഷൻ സ്ലിപ്പിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും എടുത്തു വയ്ക്കേണ്ടതാണ്. കാരണം അഡ്മിഷൻ സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും നടപടി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കൺഫർമേഷൻ സ്ലിപ്പ്, അതായത് നിങ്ങളുടെ അഡ്മിഷൻ കോളേജ് വെരിഫൈ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നൽകുന്ന കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊന്നുകിൽ കോളേജിൽ നേരിട്ട് പോയിട്ട് നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പോവാതെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ കോളേജിന് അയച്ചു കൊടുത്ത് കോളേജിൽ വിളിച്ചിട്ട് നിങ്ങളവിടെ ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, ആ ഒരു സീറ്റ് നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുത്തത് കൊണ്ട് ആ ഒരു സീറ്റ് ഒന്ന് കൺഫർമേഷൻ ചെയ്യണം. ടെമ്പററി അഡ്മിഷൻ എടുത്തു എന്ന് പറഞ്ഞാൽ താൽക്കാലിക അഡ്മിഷൻ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കോളേജ് കൺഫേം ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോളേജിൽ നിന്ന് നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ വെരിഫൈ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ ചിലപ്പോൾ ഡോക്യുമെൻറ്റ്സ് അയച്ചു തരാൻ, അത് ഓൺലൈനായിട്ട് അയച്ചു തരാനായിട്ട് പറയും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ സ്കാൻ ചെയ്തിട്ട് ഇമെയിലിലേക്ക് അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് അയക്കില്ല, സാധാരണ ഇമെയിൽ ഐ ഡിയിലേക്കാണ് പറയാറുള്ളത്. അപ്പോൾ അങ്ങനെ ഇമെയിലിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കോളേജ് പരിശോധിച്ച് വെരിഫൈ ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ചെയ്യും. അങ്ങനെ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്നും കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ്. ഇത് നിങ്ങൾ ഇവിടെ ടെമ്പററി അഡ്മിഷൻ നേടി എന്നുള്ളതിന് ഒരു തെളിവാണ്. നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്നത് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് അവിടെ ഒരു കൺഫർമേഷൻ സ്ലിപ്പ് കോളേജിൽ നിന്ന് തരുന്നതായിരിക്കും. അത് നിർബന്ധമായിട്ട് നിങ്ങൾ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് PDF രൂപത്തിലാണ് ചില കോളേജിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ടാണ് പറയുക. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. ഇനി ചില വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ്, ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ പറ്റുമെന്നുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് എടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാം. അഡ്മിഷനായിട്ട് പോകുമ്പോൾ എടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ, അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനായിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അതുപോലെ TC സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ +2 അല്ലെങ്കിൽ ഇക്വലൻസ് എക്സാമിനേഷൻ്റെ ആ ഒരു മാർക്ക് ലിസ്റ്റ്. +2 സർട്ടിഫിക്കറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ അതിൻ്റെ റിസൾട്ട് ഉപയോഗിച്ചാൽ മതി. സർട്ടിഫിക്കറ്റ് പിന്നീട് കോളേജിൽ കൊടുത്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഇക്വലൻസി ആണെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ CBSE ICSE ആണെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ ബാക്കിയുള്ള വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ EWS വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ ബോണസ് വെയിറ്റേജ് എന്നിവയുള്ളവർ അതുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റ്. ഇത്രയുമാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ജൂൺ 20-ാം തീയതി വരെയാണ് അതിനുള്ള അവസരമുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.